ഹലോ, എല്ലാവർക്കും നമസ്കാരം. മലയാളി ഫോറവറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് നൈഫ്. നമുക്ക് കിച്ചണിലെല്ലാം നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് നമ്മുടെ ഈ നൈഫ് എന്ന് പറയുന്നത്. നൈഫ് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പിച്ചാത്തിയാണ്. പക്ഷേ ഈ പിച്ചാത്തികൾക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. ഇതിൽ വെള്ളം തൊട്ടിട്ട് നമ്മൾ തുടച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് റസ്റ്റ് പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം നമ്മൾ അതായത് ഈ തരം ഷെഫ് നൈഫുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊന്ന് സ്റ്റീലിൽ ആണ് വരുന്നത്. അതായത് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് പണിയുന്നത്. ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ളതുണ്ട്, അതേപോലെ പലതരം ജാപ്പനീസ് സ്റ്റീൽസ് ഉണ്ട്, കോപ്പർ മെറ്റലും അലൂമിനിയം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഷെഫ് നൈഫുകളുണ്ട്. അങ്ങനെ പലതരം നൈഫുകളുണ്ട്. ഇത് ഷെഫ് നൈഫിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറെ ടൈപ്സ് ഓഫ് നൈഫ്സ്, അതായത് കാർവിംഗ് നൈഫ്, അതേപോലെ ബ്രെഡ് കട്ടിംഗ് നൈഫ്, അങ്ങനെ പല തരത്തിലുള്ള നൈഫുകളുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഈ ഷെഫ് നൈഫിനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ കിച്ചണിൽ ഒരു ഷെഫ് ആകുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഷെഫിന് തന്നെ ഉപയോഗിക്കണമെന്നില്ല, പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നൈഫാണ് ഷെഫ് നൈഫ്. നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലധികം ആൾക്കാരത് പറഞ്ഞു കേട്ടില്ല. പക്ഷെ ഇത് നമ്മുടെ കയ്യിൽ മറ്റേ വീട്ടിലരിയുന്നത് വെച്ച് നമ്മളിങ്ങനെ കയ്യിൽ നമ്മുടെ സാധനങ്ങളൊന്നും ഒക്കെ വെച്ചിട്ട് അരിയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഒരു കട്ടിംഗ് ബോർഡും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഷെഫ് നൈഫ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമുക്ക് മാറുന്നത്. ഇപ്പൊ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് വളരെ കുറഞ്ഞ ഒരു നൈഫാണ്. ഇതിന് ഏകദേശം ഒരു 300 to 400 റുപ്പീസ് മാത്രമാണ് ഈ നൈഫിന് വരുന്നത്. ഈ നൈഫിന് വലിയ ഭാരമില്ല. പക്ഷെ അതേസമയം എനിക്ക് വേണ്ടിയിട്ട് പുതിയൊരു നൈഫ് ഞാൻ വാങ്ങി. ആ നൈഫാണ് ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. എങ്കിലും നിങ്ങളുടെ മുൻപിൽ വെച്ച് ചെയ്യുമ്പോൾ ഓക്കെ, അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ അൺബോക്സ് പോലെ ചെയ്യുന്നത്. അപ്പം ഞാനിന്ന് വാങ്ങിയിരിക്കുന്നത് ഗോദറേജിൻ്റെ കാർട്ടീനിയുടെ നൈഫാണ്. നിങ്ങൾക്ക് കാണാം, കാർട്ടീനിയുടെ നൈഫാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഈ കാർട്ടീനിയുടെ നൈഫിന് എൻ്റെ കയ്യിലിരിക്കുന്ന നൈഫുമായിട്ട് വെച്ച് നോക്കുമ്പോൾ, ഈ കാർട്ടീനിയുടെ ഈ നൈഫ് ഒരു ഷെഫ് നൈഫാണ്. 7 ഇഞ്ച് നൈഫാണ് ഇത് കറക്റ്റ് നമ്മുടെ ഒരു ഹാൻഡിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അതേ ഷേപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഷെഫ് നൈഫ് കൊണ്ട് നമുക്ക് ചോപ്പിങ്, അതേപോലെ ഡൈസിങ്, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിച്ചണിലേക്ക് വേണ്ടുന്ന ഒരു ഷെഫിൻ്റെ, അതായത് ഈ കിച്ചൺ നൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹാൻഡിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും നമ്മൾ നൈഫ് പിടിക്കുമ്പം ഇങ്ങനെയല്ല പിടിക്കേണ്ടത്. ഈ നൈഫ് എപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതാണ് പിഞ്ച് ഗ്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പിഞ്ച് ഗ്രിപ്പ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ ആക്ഷൻസ്, അതായത് നമ്മുടെ കൈ എങ്ങനെയൊക്കെ നമുക്ക് ചലിപ്പിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ചലിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇതൊരു ഹാൻഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾക്ക് കാണാം, ഇത് നമ്മുടെ ഒരു ഹാൻഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗോദറേജിൻ്റെ നൈഫ് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഇപ്പം വാങ്ങിയതാണ്. ഏകദേശം 798 റുപ്പീസാണ് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ആക്യുറസി എന്ന് പറയുന്നത് ഇതിന് കൂടുതലായിരിക്കും. ആക്യുറസി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൈ ഹോച്ചോയുടെ ഏകദേശം 200 to 300 റുപ്പീസ് അപ് ടു 400, അത് പല റേറ്റിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ്. സോ ഈ സാധനം അല്ലെങ്കിൽ ഈ ഷെഫ് നൈഫ് കൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് സ്ലൈസ് ചെയ്യാം. വളരെ തിൻലി എനിക്ക് സ്ലൈസ് ചെയ്ത് കിട്ടി. മൂർച്ചയുണ്ടെങ്കിൽ ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ബെസ്റ്റ് നൈഫ്. കിട്ടാവുന്ന പ്രൈസ് റേഞ്ചിൽ എനിക്ക് നല്ലൊരു നൈഫാണിത്. പക്ഷേ കാർട്ടീനി ഫസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ എനിക്കറിയത്തില്ല എത്രത്തോളം മൂർച്ചയുണ്ടെന്ന്. ബട്ട്
സോ എനിക്ക് കാർട്ടീനി വെച്ച് ഞാൻ സ്ലൈസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ വൺ ഓഫ് ദി ഫൈനസ്റ്റ് സ്ലൈസാണിത്. അതേസമയം ഞാൻ അതേ രീതിയിൽ തന്നെയാണ് കായ് ഹോച്ചോയും ഞാൻ ട്രൈ ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. കായ് ഹോച്ചോ പ്രിസിഷൻ വളരെ കുറവാണ്, പക്ഷെ അതേസമയം കാർട്ടീനിയുടെ പ്രിസിഷൻ സൂപ്പറാണ്. സോ ഇതാണ് ഈ ഒരു നൈഫ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് അതായത് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ബാലൻസ് ചെയ്യാൻ എളുപ്പമാണ്. അതാണ് കറക്റ്റ് ഒരു ഷെഫ് നൈഫിന് നമുക്ക് വേണ്ടുന്ന ഒരു ഗുണമെന്ന് പറയുന്നത്. നമ്മളിത് ചോപ്പ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് നമ്മുടെ ഒരു ഹാൻഡിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഫൈൻലി ചോപ്പിങ്. അപ്പോൾ ഇതാണ് ഒരു ഷെഫ് നൈഫ് നമുക്കുണ്ടെങ്കിലുള്ള ഗുണം. പിന്നെ അതേപോലെ നമ്മുടെ കയ്യിലൊരു ഇഞ്ചുറി വരുന്ന സമയത്ത് വളരെ ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇഞ്ചുറി റിക്കവർ ആകും. അതേസമയം ഷാർപ്പ് എഡ്ജ് ഇല്ലാത്തതാണെങ്കിൽ ഇഞ്ചുറിക്കുള്ള സാധ്യത അല്ലെങ്കിൽ കരിയാനുള്ള സാധ്യത കുറച്ചുകൂടെ ലേറ്റ് ആവും. സോ എപ്പോഴും ഒരു ഷാർപ്പ് നൈഫ് ഉപയോഗിക്കാം. സോ കാർട്ടീനി അടിപൊളി ഒരു നൈഫാണ്. സോ രണ്ട് നൈഫും ഞാൻ നിങ്ങൾക്ക് ഡെമോ ചെയ്ത് കാണിച്ചു. കാർട്ടീനിയും അതേപോലെ കൈഹോച്ചോട് ഇതെന്ന് പറയുന്നത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടുകളിലേക്കൊക്കെ വാങ്ങിച്ച് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നൈഫാണ്. അതേസമയം ഇത് നല്ല നൈഫ് അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതേസമയം കാർട്ടീനിയുടെ ഈ നൈഫ് കുറച്ചുകൂടെ പ്രിസിഷൻ നമുക്ക് കയ്യിൽ നമുക്ക് തരും. നമ്മുടെ കറക്റ്റ് ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യും. വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ സ്ലിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കാട്ടിലും നല്ല നൈഫുകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ബഡ്ജറ്റ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു കുക്കിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നൈഫാണ് ഗോദ്റേജിന്റെ കാർട്ടീനി. സോ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഗോദ്റേജിന്റെ കാർട്ടീനിയാണ്. ഇതിന് മുൻപ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സെയിം നൈഫ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇത് അല്ലാതെ ആദ്യം ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഞാനിത് ഇതിന് റേറ്റ് കൂടുതലായതുകൊണ്ട് ഇതാണ് നല്ല നൈഫ് ഞാൻ പറയുന്നില്ല. ബട്ട് ഗോദ്റേജ് കാർട്ടീനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും, നിങ്ങൾക്ക് സംശയമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാം. അങ്ങനെയുള്ളവർക്ക് ഫ്ലിപ്കാർട്ടിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം, ഫ്ലിപ്കാർട്ടിലെ സെയില്. സോ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നൈഫ് വാങ്ങിക്കേണ്ടവർ തീർച്ചയായിട്ടും ഗോദ്റേജിൻ്റെ ഈ നൈഫ് വാങ്ങിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ഡാൻ സൈനിങ്.